ഡോക്ടർമാര് കാല് മുറിക്കണമെന്ന് പറഞ്ഞിട്ട് 10 ദിവസം കൊണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പച്ചമരുന്നുകൾ കൊണ്ട് എങ്ങനെ ഞാൻ അമ്മയുടെ കാല് സൗഖ്യമാക്കി എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ആ മരുന്നുകൾ മാത്രമല്ല, ഞാൻ അമ്മയുടെ ഭക്ഷണവും നിയന്ത്രിച്ചിരുന്നു. കാരണം ഭക്ഷണത്തിൽ നിന്ന് വന്ന രോഗം ഭക്ഷണം നിയന്ത്രിക്കാണ്ട് ഒരിക്കലും മാറില്ല. അതാണ് അമ്മയുടെ ആരോഗ്യം പെട്ടെന്ന് വീണ്ടെടുക്കാനായിട്ട് സാധിച്ചത്. ഇത് ആക്സിഡന്റ് പറ്റിയവർക്കോ അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടിയവർക്ക് മാത്രമല്ല, എല്ലാവർക്കും, ഏത് തരത്തിലുള്ള രോഗികൾക്കും നിസ്സാരങ്ങളായ ഈ പച്ച മരുന്നുകൾ കൊണ്ടുള്ള ജ്യൂസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 10 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. പരീക്ഷിച്ച് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടി ഇന്ന് രോഗമില്ലാത്തവരാരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. നമ്മൾ കഴിച്ച പലതരത്തിലുള്ള ഭക്ഷണങ്ങളാണ് രോഗത്തിൻ്റെ ഒരു പ്രധാന കാരണം. അതിനെ പുറത്തേക്ക് കളയാനായിട്ട് ശരീരത്തിന് വിശ്രമം കൊടുത്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്താനായിട്ട് ഈ ഭക്ഷണ രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. തുടർന്ന് ഈ വീഡിയോ കാണുക. അമ്മ എന്നിൽ നല്ല വിശ്വാസമായിരുന്നു. അമ്മയ്ക്ക് വയസ്സായെങ്കിലും അമ്മ ഞാൻ പറയുന്നതൊക്കെ അതേപടി അനുസരിച്ചു. 75 വയസ്സായിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക്. അപ്പോൾ പിന്നെ ഈ കഷായത്തിന് പുറമെ ഞാൻ ഭക്ഷണം പൂർണ്ണമായിട്ടും കൺട്രോളിലാക്കി. കാരണം ഈ കടലയും പയറും പരിപ്പും അതുപോലെ തന്നെ ചോറും നോൺ വെജും ബേക്കറിയും പിന്നെ മുതിരയും പയറും ഇതെല്ലാമല്ലേ അമ്മയ്ക്ക് രോഗം ഉണ്ടാക്കിയത്. അപ്പോൾ ആ രോഗകാരണത്തെ ആദ്യം തന്നെ മാറ്റി. അതിനുശേഷം ഞാൻ 10 ദിവസത്തേക്ക് വളരെ ലിക്വിഡായിട്ടുള്ള ഭക്ഷണം മാത്രമേ കൊടുത്തുള്ളൂ. അപ്പം എന്തൊക്കെയാണ് കൊടുത്തതെന്ന് നോക്കുക. കാലത്ത് തന്നെ ഞാൻ ഈ പച്ചമരുന്നുകൾ കൊണ്ടുണ്ടാക്കിയ കഷായം കൊടുക്കും. നേരം വെളുത്ത് എണീക്കുമ്പോൾ തന്നെ ഒരു 6 മണിയാകുമ്പോഴേക്കും ആ കഷായം കൊടുക്കും. അതിനുശേഷം ഒരു 8 മണിയാവുമ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും മൂത്രമൊക്കെ പോകാനായിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് തഴുതായ്മ. നീർ ചുരുക്കി എന്നാണ് തഴുതായ്മയുടെ പേര് തന്നെ. നീരൊക്കെ വറ്റാനായിട്ടും ഇത്തിരി കഷായമൊക്കെ വെച്ച് കഴിക്കുന്ന ഇതാണ്. നീർക്കെട്ടും അതുപോലെ തന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോളൊക്കെ കുറയാനൊക്കെ സഹായിക്കുന്ന ഒരു മരുന്നാണ്. പുണർന്ന് ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കാണ്. പുണർന്നവ എന്ന് പറയും, തഴുതായ്മ എന്ന് പറയും, നീർ ചുരുക്കി എന്നൊക്കെ ഇതിന് പേരുണ്ട്. ഇതിൻ്റെ ഒരു 10 ഇല എടുക്കും. അതുപോലെ തന്നെ ഇത് കൂവളത്തിൻ്റെ ഇലയാ. സർവ്വരോഗ സംഹാരിണിയാണ് കൂവളം എന്ന് പറയാം. ഇതിൻ്റെ ഒരു 6 ഇല എടുക്കും. അതുപോലെ തന്നെ ഏറ്റവും യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് ഏറ്റവും നമ്മുടെ ചുറ്റുവട്ടത്തെ എപ്പോഴും കാണുന്നതും ഒരു വെള്ളപ്പൂ പോലെ ഉണ്ടാവും. അതിൻ്റെ പടം ഞാൻ കാണിച്ചു തരുമ്പോൾ പൂവുണ്ടായിരുന്നു, ആ പൂവ് പോയി ഉള്ളത് കാണാനില്ല. ഒടിയൻ പച്ച അല്ലെങ്കിൽ തേളുകുത്തി, ചെറുതണൽ എന്നൊക്കെ പറയുന്ന മരുന്നാണ്. നമ്മുടെ ചുറ്റിലും ഇഷ്ടം പോലെ ഉണ്ട്. ഇത് തന്നെ അടിച്ച് ജ്യൂസ് കുടിച്ചാലും തന്നെ യൂറിക് ആസിഡ് കുറയാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു 10 ഇല എടുക്കുന്നു. പിന്നെ നമ്മൾ ഒരു 3 പനിക്കൂർക്കയുടെ ഇല, ഇതെല്ലാം കൂടി നല്ല പീസാക്കി കഷ്ണിച്ച് അതിനുശേഷം ഒരു കഷ്ണം പിണ്ടി എടുത്തിട്ട് ഇത്രയുള്ളൊരു കഷ്ണം പിണ്ടി എടുക്കുക. ആ പിണ്ടി നല്ലോണം കൊത്തി ചെറിയ കഷ്ണങ്ങളാക്കി അതിനുശേഷം ഇതും കൂടി മിക്സിയിലടിച്ച് ആ മിക്സിയിൽ ആ ജ്യൂസ് അമ്മയ്ക്ക് അരിച്ചെടുത്ത് ആ ജ്യൂസ് അമ്മയ്ക്ക് കൊടുത്തു. പിന്നെ ക്യാരറ്റ് ബീറ്റ്റൂട്ട് ജ്യൂസ്, അതുപോലെ തന്നെ നെല്ലിക്ക, ഒരു നെല്ലിക്കയിൽ ഒരു കഷ്ണം പച്ചമഞ്ഞൾ,
കുറച്ച് കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ഇട്ടിട്ട് അടിച്ച് അതിൻ്റെ ജ്യൂസ് കൊടുക്കും. എന്നിട്ട് നെല്ലിക്ക സംഭാരം, നമ്മൾ സംഭാരത്തിൽ ഇടുന്ന അതേ സാധനങ്ങളെല്ലാം ഇതിലിട്ടിട്ട് നെല്ലിക്ക സംഭാരം പോലെ കൊടുക്കും. പിന്നെ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് 2 മണിക്കൂർ ഇടവിട്ടിട്ട് നമ്മളിതൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു. അമ്മയ്ക്ക് ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ കൊടുക്കും, വേണമെങ്കിൽ കൊടുക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്തു തരുന്നത് ക്യാരറ്റ് ബീറ്റ്റൂട്ട്സ് കൊടുക്കും, നെല്ലിക്ക കൊടുക്കും. പിന്നെ ഒരു നേരം കൂടി നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള, കാരണം ജീവനുള്ള മരുന്നാണ്, ഫ്രഷ് ആയിട്ടുള്ള മരുന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ വളരെയധികം പ്രകൃതി ചികിത്സയിൽ അങ്ങനെയാണ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് നേരിട്ട് കഴിക്കുന്നതാണ്. നല്ലോണം ഫൈബർ ഉണ്ടാവും, നമ്മുടെ ശരീരത്തിൽ മാലിന്യങ്ങളൊക്കെ പോകാനായിട്ട് വളരെയധികം സഹായിക്കും. അതുകൊണ്ട് ചെയ്തതാണ് നമ്മൾ ഇത്. ചൊരക്കാന്ന് പറയും, ചൊരക്കായ എന്നൊക്കെ പറയും. ഇതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അതിൽ വേറെ കുറച്ച് പച്ചമരുന്നുകൾ, കുമ്പളങ്ങ എടുക്കാം, ചൊരക്ക എടുക്കാം, പിന്നെ അതുപോലെ തന്നെ വെള്ളരിക്ക, പടവലങ്ങ, ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അത് ക്ഷാരഗുണമുള്ളതാണ്. അപ്പോൾ ശരീരത്തിൻ്റെ അസിഡിറ്റി കുറയ്ക്കാനായിട്ട്, ആൽക്കലി ഫുഡായിട്ട് ഉപയോഗിക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ തന്നെയല്ല, ഇതൊക്കെ തന്നെ അടിക്കുമ്പോൾ അതിലൊരു ഒരു ബുദ്ധിമുട്ടാണ് അടിച്ചെടുക്കാനൊക്കെ. അപ്പോൾ അതിലേക്ക് ഒരു 10 തുളസിയുടെ ഇല, അതുപോലെ തന്നെ ഒരു കട പൂവാങ്കുരുന്നില. പിന്നെ ഇത് ഒത്തിരി നല്ല സാധനം, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പൂച്ചമയക്കി എന്ന് പറയും ഈ മരുന്ന്. ഇത് ലിവറിനൊക്കെ ഒത്തിരി നല്ലതാണ്. ലിവറിന്റെ കംപ്ലൈന്റ് ഒക്കെ മാറാനായിട്ട്, നീർക്കെട്ട് പോകാനായിട്ട്, കിഡ്നീനെ ശുദ്ധീകരിക്കും. കിഡ്നിയൊക്കെ ശരിക്കും പ്രവർത്തിക്കാത്തതാണ് യൂറിക് ആസിഡ് കൂടാനുള്ള ഒരു പ്രധാന കാരണം. അപ്പൊ അതുകൊണ്ട് കുപ്പമേനി എന്ന് പറയും, പൂച്ചമയക്കി എന്ന് പറയും. ഇതും ഒരു 5-6 ഇല ഇടും. പിന്നെ ഇതും ഒത്തിരി നല്ല മരുന്നാണ്. നിലംബരണ്ട, ഇതൊക്കെ നമ്മുടെ ചുറ്റും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിലയുള്ള മരുന്നാണ്. നമ്മൾ പുല്ലെന്ന് പറിച്ച് വലിച്ചെറിയുന്നത് ആ മരുന്നാണിത്. പിന്നെ അതുപോലെ തന്നെ ഇതും ഈ ചെറുതണല്, ഒടിയൻ പച്ച എന്നൊക്കെ പറയുന്നതാണ്. അതിൻ്റെ പൂവാണ് ഈ കാണുന്ന പൂവ്. നോക്കൂ, അതിൻ്റെ പൂവ് ഇച്ചിരി വെയിലായ കാരണം വാടിപ്പോയി. ഉണ്ടാവും ഈ പൂ എല്ലാവരും കാണുന്നുണ്ട്, എല്ലായിടത്തും കാണുന്നുണ്ടാവും. ഇതും ഒരു 5-10 ഇല എടുത്ത് ഇത് എല്ലാം കൂടി അടിച്ച് ജ്യൂസായിട്ട് കൊടുക്കും. പിന്നെ വൈകുന്നേരം അമ്മ ആയതുകൊണ്ട് അമ്മയ്ക്ക് റാഗി കുറുക്കിയിട്ട് അതിൻ്റെ കുറുക്ക് വെറുതെ ലൂസായിട്ട് വലിച്ചു കുടിക്കാൻ പാകത്തിൽ, അത്ര അധികം ഒന്നും ഇടില്ല. പിന്നെ ഞാൻ കൊടുത്തത് ഒരു വൈകുന്നേരം ആകുമ്പോൾ വയറ്റിൽ നിന്നൊന്നും അങ്ങനെ അത്ര പോണില്ല, അതാണ് ഏറ്റവും വലിയ രോഗം. അപ്പോൾ അതുകൊണ്ട് ഒരു പിടി മുരിങ്ങയുടെ ഇലയും, അമ്മയ്ക്ക് മുരിങ്ങയുടെ ഇല നല്ല ഇഷ്ടമായിരുന്നു. ചില ആൾക്കാർക്ക് കൂടുതൽ വയറിളകും. അപ്പം അങ്ങനെ ആകുമ്പോൾ അത് നോക്കിയിട്ട് കൊടുക്കണം. അപ്പം അമ്മയ്ക്ക് മുരിങ്ങയില ഇല കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൽ ഒരു തക്കാളി, കുറച്ച് ഒരു കഷ്ണം വെള്ളരിക്കയും, പിന്നെ ഇച്ചിരി ഇഞ്ചി, 2 തള വെളുത്തുള്ളി, 4 തരി കുരുമുളക്, ഇതൊക്കെ ഇട്ടിട്ട് നല്ല പോലെ വേവിക്കും. എന്നിട്ട് അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അമ്മയ്ക്ക് കൊടുക്കും. അപ്പോൾ അമ്മ തൃപ്തിയായിട്ട് കിടക്കും. പിന്നെ ഞാൻ എന്തൊക്കെയാണ് ചെയ്തിരുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അതുപോലെ തന്നെ മുരിങ്ങ സർവ്വരോഗ സംഹാരിണിയോ എന്ന് ചോദിച്ചിട്ട് അതിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിലെ ടോക്സിൻസ് പുറത്തേക്ക് പോകാനും ആരോഗ്യം വീണ്ടെടുക്കാനും തടി കുറയ്ക്കാനും ഒക്കെ സഹായകമാകും. എല്ലാവർക്കും നന്ദി.